ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തെ തുടർന്ന് അൺഎയ്ഡഡ് കോളേജുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ കണ്ണൂർ സർവകലാശാലയിൽ നിന്നുള്ള ഒരു ജീവനക്കാരനെ കോളേജുകളിലേക്ക് നിയോഗിക്കും. ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും ചോദ്യപേപ്പർ ഡൗൺലോഡ് ചെയ്യലും വിതരണവും. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കണ്ണൂർ സർവകലാശാലയുടെ BCA പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. കാരണം കാസർഗോഡ് ബേക്കലിലെ കോളേജിലെ അധ്യാപകൻ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി അത് വിദ്യാർത്ഥികൾക്ക് വാട്സപ്പ് വഴി എത്തിച്ചു നൽകിയെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് കഴിഞ്ഞ ദിവസം സർവകലാശാല നടത്തിയത്. സർവകലാശാലയുടെ സ്ക്വാഡ് ഈ കോളേജിൽ നടത്തിയ പരിശോധനാ സമയത്താണ് ഇത്തരമൊരു കാര്യം കണ്ടെത്തിയത്. കാസർഗോഡ് ബേക്കലിലെ ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഇത്തരം വലിയൊരു ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയത്. കാരണം സാധാരണഗതിയിൽ സർവകലാശാല പരീക്ഷയ്ക്ക് 2 മണിക്കൂർ മുൻപ് മാത്രമാണ് ഈ ചോദ്യപേപ്പർ ആ കോളേജിന്റെ പ്രിൻസിപ്പളിന്റെ പ്രത്യേകം തയ്യാറാക്കിയ മെയിലിലേക്ക് അയച്ചു കൊടുക്കാറുള്ളത്. അത് അവിടെ നിന്ന് കോളേജിൽ നിന്ന് പ്രിന്റ് എടുത്ത ശേഷം പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾക്ക് നൽകുകയാണ് പതിവ്. എന്നാൽ ഈ ചോദ്യപേപ്പർ വന്ന സമയത്ത് തന്നെ അത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വാട്സപ്പ് വഴി വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകിയത് ഗുരുതരമായ കണ്ടെത്തൽ ഈ സർവകലാശാല സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ഈ അൺഎയ്ഡഡ് കോളേജുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ കണ്ണൂർ സർവകലാശാല ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന വിവരം പുറത്തു വരുന്നത്. സർവകലാശാലയിൽ നിന്നുള്ള ഒരു ജീവനക്കാരനെ ഇത്തരം അൺഎയ്ഡഡ് കോളേജുകളിലേക്ക് നിയോഗിക്കാനാണ് ഇപ്പോൾ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും ഈ കോളേജുകളിലേക്ക് അയക്കുന്ന ചോദ്യപേപ്പർ അതത് കോളേജിലെ പ്രിൻസിപ്പൽമാർ ഡൗൺലോഡ് ചെയ്യുകയും അതിനുശേഷം പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുകയും നടത്തേണ്ടത് എന്നൊരു നിർദ്ദേശം കൂടി സർവകലാശാല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല 60 ജീവനക്കാരെ ഇതിനായി തിങ്കളാഴ്ച മുതൽ നിയോഗിക്കാനും സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു നിർണായകമായ തീരുമാനം കൂടി സർവകലാശാല എടുത്തിട്ടുണ്ട്. ഈ കാസർഗോഡ് ഗ്രീൻവുഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത്. അതിനെ തുടർന്ന് ഈ മുഴുവൻ പരീക്ഷകളും റദ്ദാക്കുക എന്നൊരു നടപടിയിലേക്കല്ല സർവകലാശാല കടക്കുന്നത്. അതായത് ഈ BCA 6ാം സെമസ്റ്റർ പരീക്ഷ മുഴുവനായി റദ്ദാക്കാതെ ഈ ക്രമക്കേട് കണ്ടെത്തിയ ഗ്രീൻവുഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരീക്ഷ മാത്രം റദ്ദാക്കിക്കൊണ്ട് അവിടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സർവകലാശാല എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ബേക്കൽ പോലീസ് എടുത്ത അന്വേഷണം തുടരുകയാണ്. മാത്രമല്ല സർവകലാശാല സിൻഡിക്കേറ്റ് സമിതിയെ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രോഹിണി, അതോടൊപ്പം മിഥുൻ, നമുക്കറിയാം ഇത് ഞെട്ടിപ്പിക്കുന്ന ഗുരുതരമായ സ്വഭാവം ഉള്ളത് തന്നെയാണ്. എന്തായാലും വാട്സപ്പിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ അധ്യാപകർ തന്നെ ചോർത്തിയത്. ഇതിനു മുൻപും നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടി നടത്തേണ്ടതല്ലേ? തീർച്ചയായും അത്തരത്തിലൊക്കെ അന്വേഷണം വേണമെന്നൊരു ആവശ്യം സർവകലാശാല ഉയർത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് പരീക്ഷ നടക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് മാത്രമാണ് സർവകലാശാലയിൽ നിന്നും ഈ കോളേജ് പ്രിൻസിപ്പളിന്റെ മെയിൽ ID-യിലേക്ക് ഈ ഒരു പരീക്ഷാ ചോദ്യപേപ്പർ അയച്ചു നൽകുക. അത് അദ്ദേഹത്തിന് മാത്രം നിക്ഷിപ്തമായ ഒരു പ്രത്യേക പാസ്വേഡ് ഉപയോഗിച്ചാണ് തുറക്കേണ്ടത്. അതിന് ശേഷം അത് പ്രിന്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത് പരീക്ഷ നടത്താറാണ് പതിവ്. എന്നാൽ ഈ കാസർഗോഡ് ബേക്കലിലെ ഗ്രീൻവുഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സർവകലാശാല അയച്ചു നൽകിയ അതേ സമയത്ത് തന്നെ കമ്പ്യൂട്ടറിൽ വെച്ച് തന്നെ ഈ പരീക്ഷാ പേപ്പറിൻ്റെ ഫോട്ടോ എടുത്ത് അത് അധ്യാപകർ തന്നെ വിദ്യാർത്ഥികൾക്ക് ചോർത്തി നൽകുന്നു. ഇത് അധ്യാപകർ മാത്രമായിരിക്കില്ല ഇതിന് പിന്നിൽ എന്നൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. കാരണം പ്രിൻസിപ്പൾ അറിയാതെ എങ്ങനെയാണ് പ്രിൻസിപ്പളിൻ്റെ ID-യിൽ നിന്നും ഈ പുറത്തേക്ക് വരേണ്ട ചോദ്യപേപ്പർ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതെന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായാലും ശക്തമായി നടത്തണമെന്നൊരു ആവശ്യം സർവകലാശാല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലും ഒരു പ്രവണത നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് പൊതുവെ ഉയർന്നിരിക്കുന്നത്. അന്വേഷണത്തിൽ ഒരു കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.